മീനച്ചിലാറ്റിൽ ചെത്തിമറ്റം തൃക്കിൽ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീയുടെ സ്വർണ്ണമാലയും ലോക്കറ്റും ആറ്റിൽ നഷ്ടപ്പെട്ടെങ്കിലും ടീം എമർജൻസി പ്രവർത്തകർ മണിക്കൂറുകൾക്കകം കണ്ടെത്തി ഉടമയ്ക്ക് കൈമാറി. ചെത്തിമറ്റം രോഹിണി നിവാസിൽ കെ ഗോപിയുടെ ഭാര്യ രമണിയുടെ 3.5 പവൻ സ്വർണ്ണമാലയും 1/2 പവൻ ലോക്കറ്റുമാണ് കുളിക്കുന്നതിനിടെ ആറ്റിൽ നഷ്ടമായത്. രമണിക്കൊപ്പം കടവിലെത്തിയ കൊച്ചുമകൻ അപ്പു കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മാലയും ആറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. വിവരം അറിഞ്ഞതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ ടീം എമർജൻസിയുടെ ക്യാപ്റ്റൻ അഷ്റഫിനെയും പൊതുപ്രവർത്തകൻ മനോജ് പാലക്കാരനെയും വിവരമറിയിച്ചു. തുടർന്ന് ടീം എമർജൻസി പ്രവർത്തകർ സ്ഥലത്തെത്തി 1 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സ്വർണ്ണമാലയും ലോക്കറ്റും കണ്ടെത്തിയത്. ഇങ്ങോട്ട് കയറി വന്നോ. ഇവിടുത്തെ ഇവർ ഒരുപാട് വലിയ സാമൂഹ്യ പ്രവർത്തകരും ഈ പാലത്തിൻ്റെ ഇവിടെ വെള്ളം കെട്ടി നിന്നപ്പോഴും ചെളി നിന്ന് ഇവിടെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു ഇവരല്ല ഇത് കഴിയുമെന്ന്. 4 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് വീണ്ടെടുത്തത്. സംഭവത്തിൽ സമയോചിതമായി ഇടപെട്ട വാർഡ് കൗൺസിലർ ടോണി തൈപ്പറമ്പിലിനെയും ടീം എമർജൻസി പ്രവർത്തകരെയും സേവ് മീനച്ചിലാർ സന്നദ്ധ പ്രവർത്തകൻ മനോജ് പാലക്കാരനെയും പ്രദേശവാസികൾ അഭിനന്ദിച്ചു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ടീം എമർജൻസിയുടെ പ്രവർത്തകരെ വാർഡ് കൗൺസിലർ ടോണി തൈപ്പറമ്പിലും അഭിനന്ദിച്ചു. ഇന്ന് നമ്മുടെ ഈ തൃക്കൽ കടവിൽ ഒരു 3 പവൻ്റെ മാല നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ വീട്ടിലെ 3 പവൻ മാല താഴേക്ക് പോയി. അതിൽ പ്രകാരം നമ്മുടെ ടീം എമർജൻസി ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഒരു കുട്ടി മരിച്ച സമയത്തും ടീം എമർജൻസി വന്നിരുന്നു. അതിനു മുമ്പ് മുൻകാലങ്ങളിലും പാലായിൽ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടുന്ന ടീം എമർജൻസി പേട്ടയിലെ അവർ പ്രത്യേകം അവരെ അഭിനന്ദിക്കാതിരിക്കാൻ മേല. അവർ 3 പവൻ്റെ മാല വന്ന് കണ്ടെത്തിയും അതുപോലെ തന്നെ ഗോപിച്ചേട്ടൻ്റെ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് ദൂരീകരിച്ചു. അതുപോലെ നാട്ടുകാർക്കും ഇതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങുന്ന ടീം എമർജൻസി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ പ്രവർത്തനം നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ഉപകാരമാകുന്നുണ്ട്.